അരിക്കൊമ്പനും പടയപ്പയും PT-7ഉമൊക്കെ നമ്മുടെ നാട്ടിലിറങ്ങിയ കാട്ടാനകളാണ്. അവരുടെ വിശേഷങ്ങളൊക്കെ വാർത്തയിൽ നിറയുമ്പോൾ നമ്മുടെ ആനക്കൂട്ടിൽ കഴിയുന്ന കുറേ ഗജവീരന്മാരുണ്ട്. ഈ ഓണത്തിനിടയ്ക്ക് അവരെക്കുറിച്ചുള്ള വിശേഷങ്ങളാണ് ഇനി. കോന്നി സുരേന്ദ്രൻ വന്ന വഴിയിൽ ഇപ്പോൾ കോന്നി ആനക്കൊട്ടിലിൽ ഒരു കുട്ടിയാനയുണ്ട്. അവനാണ് കോന്നി കൊച്ചയ്യപ്പൻ. കോന്നി സുരേന്ദ്രന്റെയും കൊച്ചയ്യപ്പന്റെയും പാപ്പാൻ ഷംസുദ്ദീൻ പറയുന്നു. ഇവരാണ് കോന്നിയിലെ കൊച്ചയ്യപ്പൻ. ഇതാണ് കോന്നിയിലെ കൊച്ചയ്യപ്പൻ. ഈ വരുന്ന മുടിയേ ഇത് ഇപ്പം ഒരു കട്ടിയുണ്ട്. ഇതെങ്ങനെ ഇത് പോകുന്നത്? ഇത് നമ്മൾ ഉരച്ച് കുളിപ്പിക്കുമ്പോൾ കുറച്ച് മുടി നമുക്ക് പോകും. പിന്നെ പ്രായമാവുന്നതിൻ്റെ അനുസരിച്ച് മുടി നമ്മൾ ഒരു 4 വയസ്സൊക്കെ ആകുമ്പോഴത്തേന് കുറച്ച് കട്ട് ചെയ്ത് കളയും. പിന്നെ അല്ലെങ്കിൽ നമ്മൾ മരത്തെ കെട്ടിയാലുണ്ടല്ലോ, മരത്തെ വെച്ച് ഉരച്ച് ഇതിൻ്റെ എല്ലാ ഭാഗങ്ങളും വെച്ച് ഉരച്ചിട്ട് അത്യാവശ്യമുള്ള മുടി പോകും. സാധാരണ നമ്മുടെ കാട്ടിലെ ആനയൊക്കെ ഒരു ദിവസം എത്ര കിലോമീറ്റർ നടക്കും ഇതിൻ്റെ ഒരു സഞ്ചാരം? 20, 25, 30. പിന്നെ അതിൽ കുറയുകയും ചെയ്യാം, കൂടുകയും ചെയ്യാം. അതിൻ്റെ സൗകര്യം, തീറ്റയുടെ സൗകര്യം അനുസരിച്ചാണ്, പുഴ, വെള്ളം ഇതൊക്കെ അനുസരിച്ചാണ് ആനകൾ ദൂരം സഞ്ചരിക്കുന്നത്. ജനിച്ചത് നമുക്ക് ഇവിടുന്ന് കിട്ടിയത് ജനിച്ച സമയത്തേക്ക്? ഇത് 2021 9-ാം മാസമാണ് ഗ്യൂട്ടിക്കൽ റേഞ്ചിൽ നിന്ന്, ആങ്ങമുഴി ഗ്യൂട്ടിക്കൽ റേഞ്ചിൽ നിന്ന് ഇവിടെ കോന്നി ആനത്താവളത്തിലേക്ക് കൊണ്ടുവരുന്നത്. ഇതിനെ കിട്ടിയിട്ടൊരു 10 ദിവസം അവിടെ അവർ സംരക്ഷിച്ച് തള്ള ഗ്രൂപ്പിന്റെ കൂടെ വിടാമെന്നും പറഞ്ഞുകൊണ്ട് സംരക്ഷിച്ചു നിർത്തി. പക്ഷെ കൂട്ടം വന്നില്ല. കുട്ടി ആന ഒറ്റപ്പെട്ട് നിൽക്കുമ്പോൾ ശബ്ദിക്കാതെ കൊണ്ട് നിന്നാൽ ആന ഗ്രൂപ്പ് ഇങ്ങനെ നിന്ന് തീറ്റ തിന്ന് വെള്ളമൊക്കെ കുടിച്ച് ആന ഓട്ടോമാറ്റിക്കലായിട്ട് കയറി അങ്ങ് പോകും വനത്തിലേക്ക്. പുല്ലും പോച്ചയും കൊടുത്ത് തീറ്റി പഠിപ്പിക്കുക. ഇപ്പൊ ഏകദേശം ഒരു 10-12 കിലോ പുല്ല് തിന്നും. നല്ല ഫുഡിങ് അല്ലയോ? ആന ഒരേ സ്ഥലത്ത് നിൽക്കത്തില്ല. ആന വനാന്തരങ്ങള് ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ട് റൗണ്ട് ചെയ്യും. ആ സമയത്ത് ഇവന് ആരോഗ്യശേഷി കുറവാണെങ്കിൽ ഡൗൺ ആയി പോകും. അങ്ങനെ ഗ്രൂപ്പിൽ നിന്ന് ഒറ്റപ്പെട്ട് നിന്നാണ് ആദിവാസികളോ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരോ കാണുന്നൊന്നെയാണ് ഇതിനെ രക്ഷപ്പെടുന്നത്. ഇത് പിന്നെ പാൽക്കുട്ടി എന്ന് പറഞ്ഞാൽ 6 മാസ പ്രായമൊക്കെ ഉള്ളൂ. കുട്ടി ഒറ്റയ്ക്ക് കിട്ടിയാൽ കടുവ കണ്ടാൽ ഇതിനെ ആക്രമിക്കും, പിടിക്കും. ഇത് നമ്മൾ ഈ ആനകൾ പെട്ടെന്ന് ഒരു ശബ്ദം കേട്ടു, ഒരു ചെണ്ട മേളം കേട്ടു, അല്ലെങ്കിൽ നമ്മളൊന്ന് വാ വെച്ചു, ആന നമ്മളെ കൈ വിടുവാന്ന് പറയും, ഓടിപ്പോവാന്ന്. ഓടിപ്പോകുന്നുണ്ടെ നമുക്കൊരു സംരക്ഷണയ്ക്ക് വേണ്ടിയാണ് ഇങ്ങനെയുള്ള ചങ്ങല, കയറ്. ഇത് എഴവ് ചങ്ങല എന്നാണ് അതിന് പറയുന്നത്. ഇതിപ്പം നമ്മൾ കയറിട്ടിരിക്കുന്നു. ശരിക്കും ആന ഇണങ്ങുന്നതാണോ നമ്മൾ മെരിക്കുന്നതാണോ? ആന നമ്മൾ മെരുക്കി ഇണങ്ങുന്നതാണ്. ആനകൾക്ക് ഇഷ്ടപ്പെട്ട ആഹാരങ്ങൾ കൊടുക്കുന്നത്. അത് അങ്ങനെ മെരുങ്ങുന്നതും ആനക്കാർ മെരുക്കുന്നതും രണ്ടും രണ്ടാണ്. ആന തെറ്റ് ചെയ്യുന്ന സമയത്ത് ശിക്ഷണം കൊടുക്കണം. ഒരു സെക്കൻഡ് മാറിപ്പോയി കഴിഞ്ഞാൽ ആന വേറൊരു ചിന്തയിലായിരിക്കും. ആ സമയത്ത് ശിക്ഷണം കൊടുത്താൽ ആനയ്ക്ക് അത് അറിയത്തില്ല. നമ്മൾ അതിനാണ് ഈ എന്തെങ്കിലും ചെയ്യുന്നുണ്ടേ തന്നെ ആനയെ അരുതാനയെന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്നത്, ചെയ്യരുതെന്ന്. അപ്പോൾ അത് തന്നെ, അല്ലെങ്കിൽ ഒരു അപകടം ഉണ്ടാവാൻ പോവാണ്, ആന ഒരാളെ ഓടിക്കാൻ പോവാണ്, അത് പാപ്പാൻ വിലക്ക് കിട്ടിയില്ലെങ്കിൽ അടുത്ത പാപ്പാനും വിലക്കും എന്ന് പറഞ്ഞാൽ പാപ്പാന്മാർ 2 പേര് ഒരു ആനയ്ക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. പബ്ലിക് എന്ന് പറഞ്ഞാൽ നിങ്ങൾ അയ്യോ എന്ന് വിളിക്കും. ആനയ്ക്ക് അയ്യോ എന്ന് പറയുന്ന വാക്കറിയത്തില്ല, ഓയ് എന്ന് പറയുന്ന വാക്കറിയത്തില്ല. അരുതാനെ, അവിടെ വയ്യാനെ, ആനയെന്ന് ഉൾക്കൊള്ളണം, എന്നടുത്താ പറയുന്നതെന്ന് ആനയ്ക്ക് മനസ്സിലാവും. അതുകൊണ്ടാണ് ഇടത്താനെ വലത്താനെ നമ്മൾ അത് ഇടത്തും വലത്തും പോകുന്നതിന് വേണ്ടി. ശരിക്കും ഈ ആനയ്ക്ക് പകയുണ്ടോ? ആനപ്പകയെന്ന് പറയുന്ന ഒരു ആനയെ അറിഞ്ഞ് കൈകാര്യം ചെയ്യണമെന്നാണ് നമ്മുടെ പൂർവികന്മാർ പറയുന്നത്. ആനയെ അറിഞ്ഞ്, ആനയുടെ സ്വഭാവം, നമ്മൾ രാവിലെ വരുന്നുണ്ടെ ആന
ഇച്ചിരി വലിയ ആനകൾ ഇച്ചിരി മോശമായിട്ട് നമ്മുടെ അടുത്ത് പെരുമാറുന്ന സമയത്ത് ആനക്കാരനറിയാം. ആനകളെ കൈകാര്യം ചെയ്യുന്നവർ രാവിലെ വന്നാൽ ആനയുടെ തറി വരുമ്പം തന്നെ ആനയുടെ ചേഷ്ട മനസ്സിലാക്കാൻ പറ്റും. ആന ഇന്ന് ഏത് രീതിയിലാണ്. ആന കിടക്കുന്ന സ്ഥലമാണല്ലേ തറി ആന കിടക്കുന്നത് നമ്മൾ കിട്ടുന്ന സ്ഥലമാണ് തറി. അവിടെ വന്നാൽ അതുപോലെ ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ, ആന ഇന്നലെ കൊടുത്ത ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ, ഇതിന്റെ പിണ്ടം ആവശ്യത്തിന് ഇട്ടിട്ടുണ്ടോ, എന്താണെന്നൊക്കെ ഒരു ആനപ്പാപ്പാന് തിരിച്ചറിയാൻ കഴിയും. അപ്പൊ അങ്ങനെ ഒരു പകയായിട്ടും മനസ്സിൽ കൊണ്ട് നടക്കാറ് ഒരിക്കലും ഇല്ല. പകയെന്ന് പറയുന്നത് ആൾക്കാർ എൻ്റെ അറിവ് വെച്ച് പകയല്ല, അശ്രദ്ധയാണ്. അശ്രദ്ധ മൂലം സംഭവിക്കുന്ന അപകടങ്ങളാണ് കൂടുതലും. ഇപ്പം അവർ പകയെന്ന് ആന ഓടുന്ന സമയത്തോ അല്ലെങ്കിൽ ആനയെ തെറ്റ് ചെയ്യുന്ന സമയത്തോ ശിക്ഷിക്കുന്നു. ആ ശിക്ഷിക്കുന്ന ആളിനെ പിന്നെ അശ്രദ്ധാപരമായിട്ട് ചെല്ലുന്നുണ്ടെങ്കിൽ ആന അടിച്ചു കളയുന്നു. ഇഷ്ടപ്പെടാത്ത സമയത്താണ് ആന ഒരാളെ പിടിക്കുന്നത്. പിന്നെ സ്നേഹം കൊണ്ട് പിടിക്കുന്നത് ആഹാര പദാർത്ഥങ്ങൾ കൊടുക്കുമ്പം അതിനു വേണ്ടി നമ്മുടെ കയ്യിൽ കയറി പഴമൊക്കെ കൊടുക്കുമ്പോഴോ ശർക്കര കൊടുക്കുമ്പോഴോ ഒക്കെ ആ പിടുത്തവും അല്ലാതെ പിടിക്കുന്ന അപകടമാണ്. കൊടുക്കാനൊരു സാധനം വെച്ചോണ്ട് ആനകളെ ഒരിക്കലും കളിപ്പിക്കരുത്. ആനയ്ക്ക് യഥാർത്ഥത്തിൽ ഭക്ഷണം കൊടുക്കാനാണെങ്കിൽ അങ്ങ് കൊടുത്തേക്കണം. അതിന് ചിന്തയില്ല, എനിക്ക് തരാനുള്ളതാ ഇത്. ആനയ്ക്കപ്പം വാശി, ചില ആനയ്ക്ക് വാശി വരും, അന്നേരം ഒരു ദേഷ്യം വരും. ഇവനെ ദിവസം എത്ര നേരം കുളിപ്പിക്കും? രാവിലെ ആനയെ ഈ തൊണ്ടിന് തേച്ച് കുളിപ്പിക്കും. നമ്മൾ ഉച്ച കഴിഞ്ഞിട്ട് ഒരു 11 മണി 12 മണിയായി നല്ല വെയിലാണെങ്കിൽ തണുപ്പിക്കും. ഒരു 3 പ്രാവശ്യം ഈ പൈപ്പിൽ നല്ലപോലെ ആനയെ തണുപ്പിക്കും. ആനയ്ക്ക് നല്ല ഉന്മേഷമാണ്. നല്ല ആനയെ തണുപ്പിക്കണം. തണുപ്പിച്ചില്ലെങ്കിൽ ആനയ്ക്ക് നോവെന്ന് പറഞ്ഞൊരു അസുഖം ഉണ്ടാവും. ഇങ്ങോട്ടിരുന്നാനെ അതെ, ഇങ്ങോട്ടിരുന്നാണ്. കുളിക്കുമ്പോൾ മാത്രമേ ഇരിപ്പുള്ളൂ അല്ലേ? ഇരിക്കുകയും കിടക്കുകയും ചെയ്യുന്ന കുളിപ്പിക്കുമ്പോൾ. പിന്നെ നമ്മൾ എന്തെങ്കിലും എമർജൻസി ആനയെ ഇരുത്തി നോക്കാൻ വേണ്ടി ആനയ്ക്ക് ആനയുടെ ചെവി, കണ്ണ്, കൊമ്പിൻ്റെ വീളയുടെ അവിടെ എന്തെങ്കിലും വിഷയം, 2 സൈഡിലും ആനയെ ഇരുത്തുകയും കിടത്തുകയും ചെയ്യും. ആന ഏത് സൈഡിൽ ഇരിക്കുന്നു, കിടക്കുന്നു, എന്തെങ്കിലും നൊമ്പലമോ അല്ലെങ്കിൽ എന്തെങ്കിലും അസ്വസ്ഥത ഉണ്ടോ എന്ന് നമുക്ക് ഇരിക്കുന്നുണ്ടേ അറിയാം. പല്ല് വന്നു, കൊമ്പ് വന്നു. പച്ചയ്യപ്പൻ്റെ പല്ലൊന്ന് കാണണമല്ലോ ഇവിടെ. ഇതുണ്ടോ കൊമ്പ് മുളച്ചിട്ട് ഇപ്പം നമുക്ക് 2 മാസം കഴിഞ്ഞു. ആണോ? 2 വയസ്സ് തൊട്ട് 2.25 2.5 വയസ്സ് 3 വയസ്സിനിപ്പുറം കൊമ്പനാണെങ്കിൽ കൊമ്പ് മുളയ്ക്കുമെന്നാണ്. പല്ല് ആനയ്ക്ക് സെറ്റാണ്, 4 സെറ്റ്. 1 സെറ്റ് മേളിൽ 2 സൈഡിലായിട്ട് 4 സെറ്റ് പല്ലാണ്. മുൻനരികളിൽ പല്ലില്ല. വെള്ളത്തിൽ എത്ര കിടന്നാൽ പോലും, എത്ര മണിക്കൂർ കിടന്നാലും ചെവിക്കകത്ത് വെള്ളം കയറത്തില്ല. അത് അതിൻ്റെ ഒരു സൃഷ്ടിയാണ്. അനുസരണയൊക്കെ പഠിപ്പിച്ച് തുടങ്ങുന്നത് ഏത് സമയം തൊട്ടാണ്? ഇതൊരു ചെറുപ്പത്തിൽ ഇപ്പം ഇതൊക്കെ കുട്ടിയാണ്. ഒരു 5 വയസ്സിൽ നമുക്ക് കാട്ടാനകളെ കിട്ടി കൂട്ടിൽ 3 മാസം ട്രെയിൻ ചെയ്തെടുത്താലാണ് കറക്റ്റും ട്രെയിനിങ് ആവുന്നത്. ഇതൊക്കെ ഒരു ലാളിത്യത്തിലുള്ള ട്രെയിനിങ് ആണ്. എല്ലാവരെയും കണ്ടു കേട്ട്. മറ്റേന്ന് പറഞ്ഞാൽ ഒരൊറ്റ പാപ്പാൻ്റെ ഇതിലായിരിക്കും 3 മാസം. ഈ 3 മാസം കഴിഞ്ഞാണ് 2 പാപ്പാന്മാരെ ഉപയോഗിക്കുന്നത്. ഈ വെളിയിലിറങ്ങി ആന ആറ്റിൽ പുഴയിലും ഒക്കെ കൊണ്ടുപോകുന്ന സമയത്ത് ആന കിടക്കുന്ന ഉടനെ തന്നെ നമ്മൾ കാലും ഒക്കെ വെച്ച് ഇവിടെ ഈ ഇരിക്കസ്ഥാനം ഇക്കിളിയുള്ള ഒരു സ്ഥലമാണ് ആനയ്ക്ക് ഇക്കിളിയുള്ള. ഈ ഇക്കിളി മാറ്റിക്കഴിഞ്ഞ് ഇരിക്കാൻ പറ്റും. പിന്നെ ആനയുടെ ചെവിയുടെ പിൻഭാഗം എന്ന് പറയുന്നത് ഇക്കിളിയുള്ള സ്ഥലമാണ്. ഇവിടാണ് നമ്മുടെ കാലിലുള്ള വിരൽ കൊണ്ടുള്ള ആക്ട് നമ്മളെ ആജ്ഞ കൊടുക്കുന്നത്. നമ്മുടെ ഒരു ആക്സിലേറ്ററാണ്. നല്ല ട്രെയിനിങ് കിട്ടിയ ആനയ്ക്ക് നമ്മൾ ശബ്ദമേ പറയണ്ട, ഒരു കാര്യത്തിനും പറയണ്ട. എടുക്കാനും നടക്കാനും ഇരിക്കാനും എല്ലാം ഈ കാലിൽ. ചെയ്യപ്പൻ്റെ ഫുഡിങ്. ഇതിനകത്ത് റാഗി, ഗോതമ്പ്, സോയാബീന്, ചെറുപയർ,
പച്ചരി, മിനറൽ മിക്സർ, ബീഫ് റോട്ടി, മഞ്ഞപ്പൊടി, ഉപ്പ് എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ ഒരുമാതിരി മധുരവും എല്ലാം കൂടെ വരും. ഇവിടെ 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 കല്ല ഇവിടെ വാൻ ഇവിടെ വാൻ അതെന്താ ഇവിടെ ഇവിടെ കല്ല ഇവിടെ വാൻ ഇവിടെ ഇവിടെ വാൻ. അത് കുഞ്ഞായതുകൊണ്ടാണ്. വലിയ ആനകളൊക്കെ ആണെങ്കിൽ കറക്റ്റ് ആ ചിട്ടയ്ക്ക് നിൽക്കും. കുഞ്ഞാനെ നമ്മളൊരു സ്നേഹം കൊണ്ടുള്ള വിലക്കേ പറ്റുള്ളൂ. ഇപ്പം പൊടി മോന. ഇപ്പം നമ്മുടെ കുട്ടികളെ പോലെ അതൊന്ന് കളിക്കാൻ പോയാൽ ഒന്ന് പോയിട്ട് വരട്ടെന്ന് നമ്മൾ മനസ്സിലാക്കി പെരുമാറണം. അപ്പോൾ ഇവൻ രാവിലത്തെ ഇവൻ്റെ നടപ്പ്, കുളി, കഴിപ്പ് കഴിഞ്ഞു. ഇനി എന്താ പരിപാടി അടുത്തേ? എല്ലാം കഴിഞ്ഞിട്ട് ഇവനെ ഇനി ഈ പുല്ല് കുറച്ച് പറക്കി തിന്നും. അത് കഴിഞ്ഞിട്ട് ഇവനെ റൗണ്ട് നടന്ന ഈ ടൂറിസ്റ്റുകളെയൊക്കെ ഒന്ന് കാണും. കണ്ടിട്ട് ഇവന് ഒന്ന് മയങ്ങും. ഇതുപോലെ ഒരു സൈഡിൽ നിന്ന് അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു ചെറിയ സപ്പോർട്ട് കൊടുത്തുനിന്ന് ചെറിയൊരു ഉറക്കം ഉറങ്ങും. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ വൈകുന്നേരം വരെ അദ്ദേഹത്തിൻ്റെ കളിയാണ്. ചുറ്റോട് കളിയാണ്. കൊച്ചു പിള്ളേർ വരുവാണെങ്കിൽ ചാടി ഇതുകൊണ്ട് അവിടെ പോയി ഇടിക്കും. പേടിപ്പിക്കും. പേടിപ്പിക്കും പിള്ളേർ. ഈ പ്രായത്തിലല്ലേ നമുക്ക് കോന്നിയിലെ സുരേന്ദ്രനെ കിട്ടിയത്? കോന്നി സുരേന്ദ്രനെ ഈ പ്രായത്തിൽ ലാഹ രാജാമ്പാറ എന്ന് 99 കിട്ടിയ കുട്ടിയാണ്. അല്ലെങ്കിൽ നമ്മൾ 2017 കുങ്കി ട്രെയിനിങ്ങിന് മുതുമല കൊണ്ടുപോയി. കുങ്കി ട്രെയിനിങ് കഴിഞ്ഞിട്ട് ആന പല ടാസ്കിലും പങ്കെടുത്ത് ഇപ്പം വിജയകരമായിട്ട് നമ്മുടെ PT7 പിടിച്ച് അടച്ചിട്ട് വയനാട്ടിൽ സ്റ്റേ ആണ് ആന. അരിക്കൊമ്പനെയും പിടിച്ച്. ഇവനെ അതുപോലെ ആക്കിയെടുക്കാനാണോ? ഇവനെ കുങ്കി ട്രെയിനിങ്ങിന് ഭാവിയിൽ നല്ല താപ്പാന. ശബരിമല ആനയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. വാശിയും വീറും കൂടി നല്ല ആനക്കുട്ടികളാണ്. ശബരിമല ആനയാണ് സുരേന്ദ്രൻ. ഇപ്പൊ പെട്ടെന്ന് ശാന്തനായിട്ടൊക്കെ നിൽക്കുന്നു. കുസൃതി നിർത്തി. കുസൃതി നടക്കാൻ ചെറിയൊരു മയക്കത്തിലാണ്. നമ്മൾ നിൽക്കുമ്പോൾ ഇവന്റെ തുമ്പിക്കൈ താഴെ തട്ടി നിൽക്കുമ്പോൾ അറിയാല്ലേ? തുമ്പിക്കൈ അതൊരു സപ്പോർട്ടാണ്. പണ്ട് തൊട്ടേ ആഗ്രഹിക്കുന്ന ഒരു ചോദ്യമാണ്, ആന കുത്താൻ വന്ന എന്ത് ചെയ്യും? സ്ട്രെയിറ്റ് നമ്മൾ ഓടരുത്. ആനയുടെ ഇത്രയും ബോഡി ലാംഗ്വേജ് വെച്ച് ആന പെട്ടെന്ന് തിരിയത്തില്ല. ആന ഇങ്ങനെ തിരിഞ്ഞ് നിന്നിട്ട് ഇങ്ങനെ എടുത്ത് വെക്കത്തുള്ളൂ. ആ സമയം കൊണ്ട് നമുക്ക് രക്ഷപ്പെടാം. അത് ഉറങ്ങിയല്ലോ. ഇതാണ് ആന മയക്കം അല്ലേ? ആന മയക്കം നിന്നുറങ്ങുമെന്ന്. ഏയ് ഉറക്കം നിത്തി എഴുന്നേക്ക്. ഇവനെ എവിടെ കിട്ടിയത്? നമുക്ക് പേപ്പാറാണ്. ഇതിന് പേപ്പാറ ഡാമിന്റെ സ്ഥലത്ത് അടുത്ത്. അത് കുട്ടപ്പാറ എന്ന സ്ഥലമാണ്. കാണാൻ വരുന്നവരോടൊക്കെ എങ്ങനെയാണ്? കാണാൻ വരുന്നവർ ഒത്തിരി പേരൊക്കെ മുമ്പ് എന്തെങ്കിലും കൈയും കല കാണിച്ചു കഴിഞ്ഞാൽ അത് പറക്കി എറിയും. എറി കഴിഞ്ഞിട്ട് ടാങ്കിൽ നിന്ന് വെള്ളം കോരി ഒഴിക്കും. ഇങ്ങനെ കൊച്ചാനയില്ല എൻ്റെ കുസൃതികളൊക്കെ കാണിക്കുന്നുണ്ട് ഞാനിപ്പോൾ. വീര്യൻ 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 വീരിച്ച ഇവളാണ് നമ്മുടെ കൂട്ടത്തിൽ ഏറ്റവും സുന്ദരിയും പാവവുമില്ല. പാവമാണ്. ഇവിടെ 2 സീരിയലിലൊക്കെ അഭിനയിച്ചിട്ടുള്ള ഒരു ആനയാണ്. അത് നല്ല പേര് കേൾക്കുമ്പോഴേ അവിടെ വരുന്നത്. ഏതൊക്കെ സീരിയൽ ഇവളുണ്ട്? ഇത് നമ്മുടെ പ്രാക്കര പാപ്പാനതിലുണ്ട്, വേറെ 2 സീരിയലിനതിലുണ്ടായി. കെട്ടി പിടിക്കാൻ പറ്റും? പിടിച്ചോ, സാറ് പിടിച്ചോ, കാര്യമായിട്ട് പിടിച്ചു. ഉമ്മ വെക്കണം ആഗ്രഹം. കൊണ്ടോ ഈ കൂട്ടത്തിൽ ആരെങ്കിലും ഉണ്ടോ? വന്നോ, കെട്ടിപ്പിടിച്ചോ. ഇങ്ങനെ കെട്ടിപ്പിടിച്ചൊരു അതങ്ങനെ വലത്തെ കൈ പിള്ളോട്ട്. കോന്നി ആനക്കൂട്ടിലാണ് മറ്റൊരു കാഴ്ച. സ്തംഭം മരത്തിൽ തീർത്ത ഈ പ്രത്യേക കൂട്ടിൽ ചട്ടം പഠിച്ചവർ നിരവധി. സാർ ഇതെന്തോ തടിയത്? ഇത് കമ്പകം.
കമ്പകം വെളുത്ത് അല്ലല്ല വെളുത്തല്ല, ഇത് വലിയ മരമാണ്, വലിയ മരമായിട്ടിരിക്കുന്നത്. ചെറിയ ഇലയാണ്. പക്ഷെ ഇതെങ്ങനെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്? ഇതിപ്പോൾ സെറ്റ് ചെയ്തിരിക്കുന്നത് പണ്ടത്തെ തച്ചുശാസ്ത്ര രീതിയിൽ ചെയ്തിരിക്കുന്നതാണ്. ഇത് തമ്മിൽ ശരിക്കും എല്ലാം തമ്മിൽ ബന്ധിപ്പിച്ച് നിർത്തിയിരിക്കുന്നത്. ഈ സൈഡിലെല്ലാം തുറക്കാൻ പറ്റും. ഇതൊരു പക്ഷേ ഇതിനൊന്ന് നടത്തണമെങ്കിൽ ഇതിനകത്ത് ഇങ്ങനെ തുറന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കയറ്റി ജസ്റ്റ് നടത്താം. കോട്ടൂരിലും ആനകൾ നിരവധിയാണ്. ഇവരെല്ലാം കാട്ടിൽ കൂട്ടം തെറ്റിയും നാട്ടിലിറങ്ങി കുസൃതി കാട്ടിയും കൂട്ടിലായതാണ്. 2 വയസ്സുള്ള കൊച്ചയ്യപ്പൻ മുതൽ 83 വയസ്സുള്ള കോന്നി സോമൻ വരെ മലയാളിയുടെ ആനപ്രേമം പോലെ തന്നെ ആനക്കൊട്ടിലുകളും ഇപ്പോൾ വികസിക്കുകയാണ്. എത്ര വയസ്സായിപ്പോയത്? ഇപ്പം 3 വയസ്സ്. ഷൂസ് ഇഷ്ടപ്പെട്ടോ എനിക്ക്? ഷൂസ് വേണോ എനിക്ക്? അതാ അതാ അതാ. ഇവനെ എവിടെ നിന്ന് കിട്ടിയതാണ്? ഇപ്പം ഇവനെ മൂന്നാറിൽ നിന്ന് കിട്ടിയതാണ്. മൂന്നാർ ഒരു ടൈഗർ അറ്റാക്കിൽ പരിക്കേറ്റ് കിട്ടിയതാണ്. എൻ്റെ അമ്മ ചരിഞ്ഞു, അങ്ങനെയാണ് ഇവിടെ കൊണ്ടുവരുന്നത്. പ്രകൃതി ഉണ്ടല്ലേ? ആ, വികൃതിയുണ്ട്. എന്താ പേര്? എൻ്റെ പേര് രാജു. വനമന്ത്രിയുടെ പേരിട്ട്? അതെ. ലാസ്റ്റ് കിട്ടിയതുണ്ടല്ലേ? സെൻട്രൽ മൊത്തം എത്ര ആനയുണ്ട്? നമുക്ക് 16 ആനകളാണുള്ളത് സെൻട്രൽ. 3 വയസ്സ് മുതൽ 82 വയസ്സ് വരെയുള്ള ആനകളാണുള്ളത്. 82 വയസ്സായ ആനയുടെ പേര് സോമൻ എന്നാണ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രായം കൂടിയ ആനയെന്ന് വേണമെങ്കിൽ പറയാം.